Hi, dear students. Today, I want to discuss the NCRT solutions of the chapter Motion in a Straight Line. നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൺസെപ്റ്റ്സും ഒന്ന് റിവൈസ് ചെയ്യുക. അതോടൊപ്പം ഓർക്കുക, ചില നല്ല ക്വസ്റ്റ്യനുകൾ ഗ്രാഫിക്കൽ അനാലിസിസ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഗൗരവപൂർവ്വം എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മറ്റ് ചാപ്റ്ററുകളിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ല് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് വളരെ സീരിയസോടെ എല്ലാ ക്വസ്റ്റ്യനുകളും ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ഹിയർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: in which of the following examples of motion can the body be considered approximately a point object? ഇപ്പോൾ പോയിന്റ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുത് എന്നുള്ള മീനിങ്. പക്ഷേ അതൊരു റിലേറ്റീവ് കൺസെപ്റ്റാണ്. നോക്കൂ, നമുക്ക് പറയേണ്ട കേസസ് 4 കേസസ് ഉണ്ട്. ഒന്ന്, എ റെയിൽവേ കാരേജ് മൂവിങ് വിതൗട്ട് ജെർക്സ് ബിറ്റ്വീൻ 2 സ്റ്റേഷൻസ്. അപ്പോൾ 2 സ്റ്റേഷനുകൾക്കിടയ്ക്ക് ഒരു റെയിൽവേ കാരേജ്, അപ്പോൾ നമുക്കറിയാം ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ 20 കിലോമീറ്റർ. അപ്പോൾ ഇതിന് ഫ്യൂ മീറ്റേഴ്സ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ നമുക്ക് അവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the two stations is quite large as compared to the size of the carriage. അപ്പോൾ അതുകൊണ്ട് ഉറപ്പിച്ച് നമുക്ക് പറയാം, we can consider the carriage as a point object. അപ്പോൾ അതേപോലെ നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചേ. എ monkey sitting on the top of a man cycling smoothly on a circular track. സോ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ വീണ്ടും ദാറ്റ് മങ്കി we can say point object, we can consider as a point object. അപ്പോൾ കമ്പാരിസൺ ആണ് ഏറ്റവും പ്രധാനം. ഇപ്പം നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, എർത്തിൻ്റെ സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളെന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓബ്ജക്റ്റാണ്. പക്ഷേ സണ്ണിന് ചുറ്റും കറങ്ങുന്ന എർത്ത് എടുക്കുമ്പോൾ എർത്ത് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓബ്ജക്റ്റാണ്. സോ ആ ഒരു റിലേറ്റീവ് കൺസെപ്റ്റ് എപ്പോഴും ഓർക്കുക. തേർഡ് വൺ, എ സ്പിന്നിങ് ക്രിക്കറ്റ് ബോൾ ദാറ്റ് ടേൺസ് ഷാർപ്പ്ലി ഓൺ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട്. അപ്പം ആ ഒരു പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അപ്പോൾ ഹിറ്റിംഗ് എന്ന് പറയുന്ന തരത്തിലൊരു ബോൾ വരുന്നു, ഹിറ്റ് ചെയ്യുന്നു, പോകുന്നു, അത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ബോളിൻ്റെ സൈസ് എന്ന് പറയുന്നത് മെറ്റീരിയലാണ്. ആ ഒരു സ്പെസിഫിക് ഇവൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ദ സൈസ് ഓഫ് ദ ബോൾ ഈസ് അപ്രീഷ്യബിൾ ആസ് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ഇറ്റ് ടേൺസ് ഷാർപ്പ്ലി. സോ ദ ബോൾ കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ പോയിന്റ് ഓബ്ജക്റ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഡി, എ ടംപ്ലിംഗ് ബീക്കർ ദാറ്റ് ഹാസ് സ്ലിപ്പ്ഡ് ഓഫ് ദ എഡ്ജ് ഓഫ് എ ടേബിൾ. ഇപ്പോൾ ഒരു ടേബിൾ ഇരിക്കുകയാണ്. അപ്പോൾ ആ ടേബിളിൻ്റെ ഒരു എഡ്ജിലെന്ന് സേ വൺ ബീക്കർ ഈസ് സോ ഇറ്റ്സ് എ സൈസ് ഈസ് നോട്ട് ടു സ്മോൾ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ ഡെസ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് പോയിന്റ് ഓബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ സിയും ഡിയും ചോയ്സ് നമുക്ക് പോയിന്റ് ഓബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മങ്കിയുടെ കേസും അതോടൊപ്പം കാരേജും എടുക്കുമ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സൈസിനേക്കാൾ വളരെ കൂടുതലായതുകൊണ്ട് വി ക്യാൻ സേ. ലുക്ക് ദ ക്വസ്റ്റ്യൻ നമ്പർ 2. The position time graph, xt graph
for two children, A and B, returning from their school O to their homes P, Q respectively are shown in figure. Choose the correct entries in the brackets. അപ്പോൾ നമുക്ക് എ ഓപ്ഷനെ പറ്റി നമുക്ക് ആദ്യം ചിന്തിക്കാം. അപ്പോൾ എ ഓപ്ഷൻ പറയുന്നത് എന്താണ്? ലീവ്സ് ക്ലോസർ ടു ദ സ്കൂൾ. അപ്പോൾ നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത്, സോ ഇവിടെ പറയുന്നു ദേ ആർ റിട്ടേണിങ് ഫ്രം ദെയർ സ്കൂൾ ഓ. അപ്പോൾ ഓയിലാണ് നമ്മുടെ സ്കൂള് ഇരിക്കുക. അപ്പോൾ NCERTയിലെ ഫിഗർ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഇതാണ്. സോ ഗ്രാഫിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇത് പിയും look the graph once again. I will draw it. So this is nothing but A, and this is nothing but B. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മാർക്കിംഗ് തന്നിട്ടുണ്ട്. So this is the location of that Q, and this is the location of P. അപ്പോൾ നമുക്ക് ഈ ആദ്യം കാണുന്നത് ബിയുടെ കർവാണ്, ഇത് എയുടെ കർവാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഒ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്കൂൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ പറയുന്നത് വിച്ച് വൺ ഈസ് ലീവ്സ് ക്ലോസർ ടു ദ സ്കൂൾ. അപ്പോൾ നമുക്കറിയാം ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമാണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യുമ്പോൾ പി എന്ന് പറയുന്ന പൊസിഷൻ, സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഫോർ എ. സോ നമുക്ക് ഉറപ്പിച്ച് പറയാം, അപ്പോൾ പി ഇറ്റ് ഈസ് ക്ലോസ് ടു ഒ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനുള്ള ഉത്തരം നമുക്കായി കഴിഞ്ഞു. സോ പി കറസ്പോണ്ട്സ് ടു എ ആണ്. അപ്പോൾ നമുക്ക് പറയാം എ ഈസ് ക്ലോസർ കമ്പയർഡ് ടു ബി. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. രണ്ടാമത്തെ കേസ് നോക്കൂ. സ്റ്റാർട്ട്സ് ഫ്രം സ്കൂൾ ഏർലിയർ. ആദ്യം തുടങ്ങിയത് ആരാണ്? അപ്പോൾ എ എന്ന് പറയുന്നതാണ് ഈ സമയം. ഇപ്പോൾ ഇത് നമ്മളൊരു പർട്ടിക്കുലർ ടൈം എടുക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം, സോ ദാറ്റ് ഈസ് എ സ്റ്റാർട്ട്സ് ഫ്രം സ്കൂൾ ഏർലിയർ ദാൻ ബി. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് വിച്ച് വൺ വാക്സ് ഫാസ്റ്റർ ദാൻ ബി ഓർ എ. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇച്ചിരി ലേറ്റായിട്ടാണ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബി. ബട്ട് കണ്ടോ ഇവിടെ ക്രോസ് ചെയ്ത് പോകുന്നത്. സോ അപ്പോഴത്തേക്കും ആര് അഹെഡായി മാറിക്കഴിഞ്ഞു? എയ്ക്ക് മുന്നേ ആയി അല്ലേ? അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം ബി വാക്സ് ഫാസ്റ്റർ ദാൻ എ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഫോർത്ത് വൺ, എ ആൻഡ് ബി റീച്ച് ദ ഹോം അറ്റ് ദ സെയിം ഓർ ഡിഫറൻറ്റ് ടൈം. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ലൊക്കേഷൻ പിയും ക്യൂവും ആണ് അവരുടെ ഹോം എന്നാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി, ആ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ സമയമെടുക്കുമ്പോൾ അത് ഒരൊറ്റ സമയത്തിലല്ലേ സംഭവിച്ചിരിക്കുന്നേ? അപ്പോൾ ഉറപ്പിച്ച് പറയാമല്ലോ, ദേ റീച്ച് ദ സെയിം ഹോം അറ്റ് ദ സെയിം ടൈം. ഫിഫ്ത്ത് വൺ, ഇവിടെ പറയുന്നു വിച്ച് വൺ ഓവർടേക്സ് ഓൺ ദ റോഡ് വൺസ് ഓർ ടൈസ്. അപ്പം നമ്മുടെ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ലേറ്റായിട്ടാണ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബി. പക്ഷേ അതിന് എത്തുന്നതിന് മുന്നേ തന്നെ ബി എയെ എന്ത് ചെയ്യുന്നു? ഓവർടേക്ക് ചെയ്യുന്നു. അപ്പോൾ ബി ഓവർടേക്സ് എ എത്ര പ്രാവശ്യം? ഒരു ക്രോസിംഗ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഒരിക്കൽ പറയാം വൺസ് എന്നുള്ള തരത്തിൽ പറയാം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ഇതിൻ്റെ മീനിങ്സുകൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, ഈ ഗ്രാഫിൻ്റെ യഥാർത്ഥ കൺസെപ്റ്റ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ തേർഡ് ക്വസ്റ്റ്യൻ. A good question is waiting for you. Look there. A woman starts from her home
at 9 a.m. So 9 a.m. ഒരു woman starts, walks with the speed of 5 kilometer per hour. So now the velocity of the woman is 5 kilometer per hour on a straight road up to her office 2.5 kilometer away, stays at the office up to 5 p.m. and returns home by an auto with a speed of 2.5 kilometer per hour. Choose the suitable scales and plot the displacement time graph of her motion. So ആദ്യം അപ്പോൾ നമുക്ക് ടൈം നമുക്ക് കണ്ടുപിടിക്കണം ഓരോ ഇവൻറ്റിനും. അപ്പോൾ ആദ്യം നമുക്ക് 9 AM സ്റ്റാർട്ട് ചെയ്തു, ശരി. അപ്പോൾ അവിടെ എത്ര സമയം കഴിഞ്ഞപ്പോഴാണ് ഓഫീസിൽ എത്തിയത്? സോ നമുക്ക് ആദ്യത്തെ ടൈം നമുക്ക് കണ്ടുപിടിക്കാം. ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഡിവിഷൻ ബൈ വെലോസിറ്റി എന്നൊരു ആസ്പെക്ട്സ് അല്ലേ. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓഫീസുമായിട്ടുള്ള അകലം 2.5 കിലോമീറ്റർ അല്ലേ. അവർ മൂവ് ചെയ്ത വെലോസിറ്റി 5 എന്നല്ലേ തന്നിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് ഹാഫ് അവർ എന്ന് കിട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ അത് 30 മിനിറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തൂടെ? യെസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 9 സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ എപ്പോഴെത്തി? 9:30. യെസ്, 9:30. യെസ്, ആ പൊസിഷനിൽ എത്ര കിലോമീറ്റർ ആണ്? 2.5. സോ നമ്മളത് പക്ക സ്ട്രെയിറ്റ് ആയിട്ട്, കാരണം കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്തത്. പിന്നെ ഓഫീസിൽ അവർ റെസ്റ്റ് അല്ലേ. യെസ്, സോ അതുകൊണ്ട് പാരൽ ടു എക്സ് ആക്സിസ് നമ്മളെത്തി. അടുത്ത എത്ര മണിക്കാണ് അവരുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്? 5 PM ആണ്. അവിടെ എന്താ സംഭവിച്ചത്? റിട്ടേൺസ് ടു ദ ഹോം വിത്ത് എ സ്പീഡ് ഓഫ് 2.5 കിലോമീറ്റർ ഇൻ ഒരു ഓട്ടോയിലാണ് മൂവ് ചെയ്തത്. അപ്പോൾ എത്ര സമയമെടുത്ത് അവിടെ എത്തിയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് എത്രയും നമുക്കറിയാം, അത് 2.5 കിലോമീറ്റർ ആണെന്ന് അറിയാമല്ലോ. എത്ര സ്പീഡിലാണ് അത് മൂവ് ചെയ്തത് ഓട്ടോ? So it is 25, keep in mind, not 2.5, 25 kilometer per hour. So that is a very important one. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 25 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടായിട്ട് കിട്ടിയില്ലേ. സോ ദാറ്റ് ഈസ് 0.1 hour എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 6 മിനിറ്റ്സിൽ അവർ എത്തി എന്നുള്ളത് കിട്ടി. അപ്പോൾ നമുക്കത് എത്ര? 5 മണിക്ക് ജേണി സ്റ്റാർട്ട് ചെയ്തു, കറക്റ്റ് 5:06 അവിടെ എത്തി. സോ ദ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ് വൺ. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് മനസ്സിലാക്കി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ എക്സ് ടൈം കർവാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അവിടെ എക്സ് നമ്മൾ അവിടെ തന്നിട്ടുണ്ട് 2.5 കിലോമീറ്റർ എവേ ആണെന്ന്. ടൈം നമ്മൾ ഓരോ സ്ലോട്ടിനുള്ളതായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ജേണി സ്റ്റാർട്ട് ചെയ്തത് 9 AM ആണ്. എക്സാക്ട്ലി 9:30 ആയപ്പോൾ ഓഫീസിലെത്തി. പിന്നെ അടുത്ത ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാക്ട്ലി 5 PM ആണ്. അത് 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. സോ നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസ് XT കർവ് നമ്മൾ വരച്ചു. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ 3.4. A good question. A drunkard walking in a narrow line takes 5 steps forward and 3 steps backward, followed again by 5 steps forward and 3 steps backward, and so on. Each step is 1 meter long and requires 1 second. Plot the displacement time graph of his motion. Determine graphically and otherwise how long the drunkard takes to fall in a pit 30 meter away from the starts. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 13 മീറ്റർ അകലെ വന്ന് വീഴണം. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം ഡിസ്റ്റൻസ്? അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ആ 3 സ്റ്റെപ്സ് പുറകിലോട്ടാണ് സംഭവിക്കുക. അപ്പോൾ നെറ്റ് എഫക്റ്റിൽ അവിടെ നമുക്ക് 2 മീറ്ററേ നമുക്ക് കിട്ടൂ. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വീണ്ടും 5 മീറ്റർ മുന്നോട്ട് 5 സ്റ്റെപ്പ് വെക്കുമ്പോൾ അവിടെ 3 മീറ്റർ നെഗറ്റീവ് സംഭവിക്കും. അപ്പോഴത്തേക്ക് വീണ്ടും അതിന് നെറ്റ് എഫക്റ്റ് 2 മീറ്റർ ആയിരിക്കും. സോ അതേപോലെ അപ്പം നമുക്ക് 5+3 എന്ന് പറയുമ്പോൾ
5 മീറ്റർ മുന്നോട്ട് വരുമ്പോൾ 3 സ്റ്റെപ്സ്. അപ്പോൾ 8 സ്റ്റെപ്പ് നടക്കുമ്പോൾ ആകെപ്പാടെ നെറ്റ് കിട്ടുന്നത് 2 മീറ്ററാണ്. അപ്പോൾ നമുക്കിപ്പോൾ 4 ആയുള്ളൂ. എത്ര അകലെയാണ് നമ്മുടെ ടാർഗറ്റ്? 13 മീറ്ററാണ്. അപ്പോൾ അതേപോലെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. സോ അടുത്ത് നമുക്ക് 5 മീറ്റർ ട്രാവൽ ചെയ്തു, 3 മീറ്റർ പുറകോട്ട് വന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 2 കിട്ടി. അപ്പോൾ നമുക്ക് 6 കേസസ് ആയിട്ട് മാറി. വീണ്ടും നമുക്ക് ട്രാവൽ ചെയ്യാം, വീണ്ടും നമുക്ക് 2 കിട്ടി. വീണ്ടും നമുക്ക് 5 മീറ്റർ മുന്നോട്ട് പോയി, അദ്ദേഹം 3 മീറ്റർ തിരിച്ചു വന്നു, അപ്പോൾ 2 കിട്ടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 1 2 3 4 5. അപ്പോൾ 10 ആയിപ്പോയി. അപ്പോൾ അവിടെ ഒരു എറർ സംഭവിച്ചു. കാരണം നമുക്ക് 4 വരുമ്പോൾ നമുക്ക് തന്നെ എത്രയായി? 8 ആയി. പക്ഷെ അതിനോടൊപ്പം ഒരു 5 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അത് എത്രയായിട്ട് മാറിക്കഴിഞ്ഞു? 30 മീറ്റർ. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 30 മീറ്റർ കിട്ടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്തുമാത്രം ഇൻവോൾവ് ആയിരിക്കണം അവിടെ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യത്തെ 2 മീറ്റർ എഫക്റ്റ് കിട്ടണമെങ്കിൽ 8 അല്ലേ? അങ്ങനെ 4 കേസസ് ഇല്ലേ? 1 2 3 4. സോ 8. അപ്പോൾ 32 സ്റ്റെപ്സ് അങ്ങനെ ഡീൽ ചെയ്യുന്നു, പ്ലസ് 5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 37 സ്റ്റെപ്സ്. അപ്പോൾ അത്രയും സ്റ്റെപ്സ് എടുക്കുമ്പോൾ മാത്രമേ 13 മീറ്ററിനപ്പുറത്തേക്ക് എത്തൂ. അപ്പോൾ എത്ര ടൈം എടുക്കും? ഒരു സ്റ്റെപ്പിന് 1 മീറ്റർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 37 സെക്കൻഡ് എടുത്തിട്ടായിരിക്കും അദ്ദേഹം 13 മീറ്റർ അകലെ എത്തുക. സോ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ നമ്മൾ ടൈം ആക്സിസ് എന്ന് പറയുന്നത് 5 10 15 35 40 ആയിട്ട് എടുത്തു. അപ്പോൾ ഓരോ സ്റ്റെപ്പും ഓരോ സെക്കൻഡാണെന്നുള്ള കാര്യം ഓർക്കുക. നമുക്കിവിടെ നെറ്റ് എഫക്റ്റ് 13 ആണ്. അപ്പോൾ ആദ്യം നേരെ എങ്ങോട്ട് മൂവ് ചെയ്തു? യെസ്, നമുക്ക് 5 സ്റ്റെപ്പ് മൂവ് ചെയ്തു. പിന്നെ കറസ്പോണ്ടിങ്ങിൽ എങ്ങോട്ട് തിരിച്ചു? യെസ്, 3 സ്റ്റെപ്പ് താപ്പോട്ട്. അപ്പോൾ എവിടെ എത്തി? 2 കിട്ടി. വീണ്ടും എങ്ങോട്ട് മൂവ് ചെയ്യണം? യെസ്. അപ്പോൾ ടൈം കൃത്യമായിട്ട് ഓർക്കുക. അതിനനുസരിച്ച് അപ്പോൾ 5 മുന്നോട്ട് 3 പുറകോട്ട്, 5 മുന്നോട്ട് 3 പുറകോട്ട്. സോ that is we get exactly 37. So look the displacement time curve. So we can move with the next one, number 5. A good question. A jet airplane traveling at the speed of 500 km per hour ejects its products of combustion at the speed of 1500 km per hour relative to the jet plane. അപ്പോൾ നമ്മുടെ ജെറ്റ് പ്ലെയിനിനെ നമുക്കൊന്ന് വരയ്ക്കാം. സോ ഇറ്റ് ഈസ് മൂവിങ് ഫോർവേഡ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ലാറ്റർ വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ ഓൺ ദ ഗ്രൗണ്ട്? സോ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ലാറ്റർ? രണ്ടാമത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കമ്പസ്റ്റൻ്റെ സ്പീഡ് നമ്മൾ കണ്ടുപിടിക്കണം. സോ പ്രോഡക്ട്സ് ഓഫ് കമ്പസ്റ്റൻ്റെ സ്പീഡ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒന്ന്, the velocity of the aeroplane, the jet aeroplane, so that is given as 500 kilometer per hour. Ejects its products of combustion at the speed of 1500 kilometer per hour. That means that velocity but related to the plane. So velocity of the combustion with respect to that plane, it is given as 1500 kilometer per hour. What is the speed of the light? So we have to find what is c with respect to the ground. That is a concept. അപ്പോൾ നമുക്കറിയാവുന്ന വെക്ടർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി പ്രകാരം വി സി ജെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ദാറ്റ് കമ്പസ്റ്റൻ മൈനസ് ദ വെലോസിറ്റി ഓഫ് ജെ. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട റിലേഷൻ എന്ന് പറയുന്നത്. Look here, the velocity of the combustion and the velocity of the jet plane. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, see the velocity direction നമ്മൾ കൺസിഡർ ചെയ്താൽ, see here, സപ്പോസ് നമുക്ക് ഈസിയോടെ മനസ്സിലാക്കാൻ, ഇപ്പോൾ ജെറ്റ് ഈ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ജെറ്റ് എന്ന് പറയുന്നത് മൈനസ് വി ജെ എന്നൊരു മൈനസ് ഡയറക്ഷനിലേക്ക്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ഐ എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്താൽ, ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ഐ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എടുക്കാം.
സോ അങ്ങനെയാണെങ്കിൽ വി ജെയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് യെസ് മൈനസ് വി ജെ ഐ എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ വി സിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? വി സി എന്ന് പറയുമ്പോൾ അതിൻ്റെ കമ്പസ്റ്റൻ പ്രോഡക്ട്സിൻ്റെ അത് പുറകിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനെ വി സി ഐ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എഴുതുമ്പോൾ ദാറ്റ് ഈസ് വി സി ഐ മൈനസ് വി ജെ. അതല്ലെങ്കിൽ നമ്മൾ നേരെ തിരിച്ചെടുത്താൽ ഇവിടെ ഒരു മൈനസ് വരും, അത്രയേ ഉള്ളൂ. പക്ഷെ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് അപ്പം ഇത് രണ്ടും ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പിച്ചെഴുതാം വി സി ജെ എന്ന് പറയുന്നത് വി സി പ്ലസ് വി ജെ ആയിട്ട് നമുക്ക് എഴുതാം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി സിയുടെ വാല്യൂ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി സി ജെ മൈനസ് വി ജെ ആയിട്ട് നമുക്ക് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്യുമ്പോൾ വി സി ജെയുടെ വാല്യൂ 1500 മൈനസ് വി ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 1000 km/h ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് വെക്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ കാര്യമായിട്ട് പഠിച്ചതിന് ശേഷമേ ഈ പ്രോബ്ലം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകൂ. +1 കുട്ടികൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മൾ എടുത്ത കാര്യം ഒന്ന് ഓർക്കണേ. വെലോസിറ്റി ഓഫ് ദ കമ്പസ്റ്റൻ പ്രോഡക്ട്സ് വിത്ത് റെസ്പെക്ട് ടു ദ പ്ലെയിൻ വി ക്യാൻ റൈറ്റ് എസ് വി സി മൈനസ് വി ജെ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ഒരു പോയിന്റ്, അപ്പോൾ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് ജെറ്റ് പ്ലെയിൻ മൂവ് ചെയ്യുന്നതെങ്കിൽ കമ്പസ്റ്റൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് മാറി. സോ അതിന് നമ്മൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമായിട്ട് യൂണിറ്റ് വെക്ടറായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേറ്റീവ് വെലോസിറ്റി വരുമ്പോൾ ഇൻഡിവിജ്വൽസ് ആഡ് ചെയ്യും. കാരണം അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിട്ട് മാറി. അതുകൊണ്ട് നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് വി സി പ്ലസ് വി ജി ആയിട്ട് മാറി. സോ നമുക്ക് ആൻസർ 1000 ആയിട്ട് നമുക്ക് കിട്ടി. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ 3.6. എ കാർ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് 126. സോ നമുക്ക് അവരുടെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 126 km/h and is brought to a stop within a distance of 200 meter. So S is given as 200 meter. What is the retardation of the car assumed uniform and how long does it take for the car to stop it? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു പൊസിഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ അവൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഫൈനൽ വെലോസിറ്റി 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ അതോടൊപ്പം ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ആണ്. ഇവിടെ റിട്ടാർഡേഷൻ ഗോയിങ് ടു സ്റ്റോപ്പ്. അപ്പോൾ നമ്മുടെ കൈനമാറ്റിക് റിലേഷൻ എടുത്താൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവിഷൻ ബൈ 2 into s. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി ഇറ്റ് ഈസ് ഗിവൻ ആസ് വാട്ട്? ദാറ്റ് ഈസ് 126 km/h. അപ്പോൾ അതിനെ m/s ആക്കാൻ നമുക്ക് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ we get the answer as 35 m/s. So നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 35 സ്ക്വയർ that division by 2 into that s is given as 200 meter. So that is equal to minus 35 into 35 by 400. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി -3.06 m/s². സോ ദാറ്റ് ഈസ് ദ ആക്സിലറേഷൻ. ഇവിടെ നെഗറ്റീവ് ആണ്, കാരണം അത് റിട്ടാർഡേഷൻ ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈം നമുക്ക് കണ്ടുപിടിക്കാം. സോ നമുക്കറിയാം ദ വെലോസിറ്റി ആഫ്റ്റർ എ ടൈം ടി എന്ന് പറയുന്നത് u+at ആയിട്ട് എടുത്താൽ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ആക്സിലറേഷൻ അറിയാം. സോ ടൈം ഇസ് ഈക്വൽ ടു v മൈനസ് u ദാറ്റ് ഡിവിഷൻ ബൈ a. ഫൈനൽ വെലോസിറ്റി 0 ആണ്. സോ -35 ബൈ ആക്സിലറേഷൻ നമുക്കറിയാം -3.06 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ആൻസർ 11.43 സെക്കൻഡ്. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, നമ്മുടെ കൈനമാറ്റിക് റിലേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 3.7. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ കൃത്യതയോടെ വായിച്ചാലേ അതിൻ്റെ മീനിങ് മനസ്സിലാവൂ. ശ്രദ്ധിക്കുക.
two trains, A and B of length 400 meter, each are moving on two parallel tracks with uniform speed 71 kilometer per hour. 72 kilometer per hour in the same direction with A ahead of B. The driver of B decides to overtake A and accelerates by 1 meter per second. If after 50 seconds the god of B just brushes past the driver of A, what was the original distance between them? So that is we needed to find it. So ആദ്യം അവൻ മൂവ് ചെയ്യുന്ന വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ വി ക്യാൻ സേ ആസ് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ എ ട്രെയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇരിക്കട്ടെ. സോ ആ ട്രെയിനിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 400 മീറ്റർ. യെസ്, സോ ദാറ്റ് ഈസ് മൂവിങ് വിത്ത് 72 കിലോമീറ്റർ പെർ അവർ, ദാറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. പാരൽ ട്രാക്കിലാണ് രണ്ടാമത്തത് വിത്ത് എ അഹെഡ് ഓഫ് ബി. ബി എയുടെ മുന്നിലായിട്ട് അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ബിയുടെ ലെങ്ത്തും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ഓൾസോ 400 മീറ്റർ ആൻഡ് ആർ മൂവിങ് വിത്ത് ദ സെയിം വെലോസിറ്റി ആസ് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, it moves with constant velocity. It moves with constant velocity. അപ്പോൾ അത് ടി എന്ന് പറയുന്ന സമയം എന്ന് പറയുമ്പോൾ ആഫ്റ്റർ 50 സെക്കൻഡ്സ് ആണ് നമ്മുടെ ഇവൻ്റ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ 50 സെക്കൻഡ് കൊണ്ട് നമ്മളുടെ എ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലായതുകൊണ്ട് അവൻ്റെ വെലോസിറ്റി ഇൻറ്റു ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് ഹിയർ 20 ആണ്, ടൈം പറയുന്നത് 50 ആണ്. അപ്പോഴത്തേക്കും അത് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 1000 മീറ്റർ എന്ന് പറയാം. പക്ഷേ ബി എന്ന് പറയുന്നത് വാണ്ട്സ് ടു ഓവർടേക്ക് ഇറ്റ്. അതിനു വേണ്ടി 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ആക്സിലറേഷനിൽ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആക്സിലറേറ്റ് ചെയ്ത് അവനെ കവച്ച് വെക്കണമെങ്കിൽ ഉറപ്പായിട്ടും 1000 മീറ്റർ എന്ന് പറയുന്നത് അവനെ സീ ദ കേസ്. സോ നമുക്കതിനെ S2 ആയിട്ട്, നമുക്ക് ആക്സിലറേറ്റഡ് ആണ്, S2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ 50 സെക്കൻഡ് കഴിയുമ്പോഴാണ് അവൻ്റെ കൺസെപ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ടൈം സമയം കഴിയുമ്പോഴാണ് ഇവൻ്റ് നടക്കുക. അപ്പോൾ നമുക്ക് S is equal to ut plus half a t square എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 20 ആയിരുന്നു. 50 സെക്കൻഡ് കഴിയുമ്പോഴാണ് ആ ഒരു ഇവൻ്റ് സംഭവിക്കുന്നത്. പ്ലസ് ഹാഫ് ഇൻറ്റു അവൻ മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 1 ഇൻറ്റു, സോ 50 സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 പ്ലസ് 2500 by 2. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്ന സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ 2250 മീറ്റർ ആയിരിക്കും ബി എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഒറിജിനൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. യെസ്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ടോട്ടലായിട്ട് എ ട്രാവൽ ചെയ്ത എത്രയാണ്? 1000 ആണ്. ടോട്ടലായിട്ട് നമ്മളുടെ ബി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 2250. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? യെസ്, 1250 മീറ്റർ. സോ ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓർക്കുക, പാരലൽ ട്രാക്കിൽ 2 ട്രെയിനുകൾ മൂവ് ചെയ്യാണ്, സെയിം സ്പീഡിലാണ് അത് മൂവ് ചെയ്യുന്നത്. അതിൽ ബി വാണ്ട്സ് ടു ക്രോസ് ഇറ്റ്. അപ്പോൾ ബി ക്രോസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഇവിടെ പറയുന്നുണ്ട് ആഫ്റ്റർ 50 സെക്കൻഡ്സ്. അപ്പോൾ 50 സെക്കൻഡ് കൊണ്ട് എ എവിടെ എത്തി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അതേ സമയം കൊണ്ട് ഈ ബി എന്തുമാത്രം കവറപ്പ് ചെയ്തിട്ടുണ്ടാവും? യെസ്, സോ അവ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തപ്പോഴും നമുക്ക് ആൻസർ കിട്ടി. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 3.8. എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ, ബട്ട് ശ്രദ്ധിച്ച് ചിന്തിച്ചാലേ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും.
ഇവിടെ ഓൺ എ 2-ലൈൻ റോഡ്, ഒരു 2 വരി പാത, car A is traveling with a speed of 36 km/h. So the velocity of A is 36 km/h into 5/18. So that is equal to 10 m/s. Two cars B and C approach car A in opposite directions with a speed of 54 km/h. At a certain instant, when the distance AB is equal to AC, both being 1 kilometer, B decide to overtake A before C does. Look here. ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഓഫ് സി എ ഇവിടെയാണെന്നിരിക്കട്ടെ. സോ ദാറ്റ് എ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ദാറ്റ് ഈസ് ഗിവൺ ആസ് 10 m/s. അപ്പോൾ നമുക്ക് ബിയും സിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷനിൽ അവയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ഈച്ചായിട്ട് അപ്പുറത്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെയായിട്ട് എടുക്കാം. നമുക്ക് ബിയുടെ ലൊക്കേഷൻ ഹിയർ ആണ്. അപ്പോൾ അവർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? യെസ്, വെലോസിറ്റി ഓഫ് ബിയും വെലോസിറ്റി ഓഫ് ദ സിയും നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 54 km/h ആണ്. സോ ദാറ്റ് ഈസ് 5/8. സോ 15. സോ ദാറ്റ് ഈസ് 15 m/s. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ബിയും നമ്മുടെ സിയും ഇങ്ങനെ മൂവ് ചെയ്യാണ്. 1 കിലോമീറ്റർ സെപ്പറേഷനിലാണ് ഇരിക്കുക. അപ്പോൾ എ ബി എന്ന് പറയുന്ന എ ബിയും എ സിയും 1 കിലോമീറ്റർ സെപ്പറേഷനിൽ. നമുക്ക് കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ്, വാട്ട് മിനിമം ആക്സിലറേഷൻ ഓഫ് ബി ഈസ് റിക്വയർഡ് ടു അവോയ്ഡ് ആൻ ആക്സിഡൻറ്റ് വിത്ത് എ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഒരു ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എയും സിയും, ഇഫ് യു ജസ്റ്റ് കൺസിഡർ എ ആൻഡ് സി, ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ അവ തമ്മിൽ ഒരുമിച്ചാകാനുള്ള സമയം നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം. ടൈം ടേക്കൺ ടു ക്രോസ് ഇറ്റ് എന്ന് പറയുമ്പോൾ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുക. അവ തമ്മിലുള്ള വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. എന്ന് പറയുമ്പോൾ ഒരാളുടേത് 10 ആണ്, മറ്റൊരാളുടേത് 15 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ഡിവിഷൻ ബൈ 25 എന്ന് പറയുമ്പോൾ 40 സെക്കൻഡ്സ് കൊണ്ട് ആണ് സി എയെ കവച്ചു വെച്ച് മൂവ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവരെത്തിക്കഴിഞ്ഞു. പക്ഷേ ഇവിടെ എയും ബിയും മൂവ് ചെയ്യുന്നത്, ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റ്, അത് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. ദേ ആർ ഇൻ സെയിം ഡയറക്ഷൻ. അപ്പോൾ ഈ 40 സെക്കൻഡ്സ് അവിടെ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഓർത്തിരിക്കുക. ഇവിടെ പക്ഷേ എയും ബിയും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത്, റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി ആണെന്ന് നമുക്കറിയാം. എന്ന് പറയുമ്പോൾ അത് 15 - 10 റഫ്ലി നമ്മൾ കൺസിഡർ ചെയ്താൽ സോ നമുക്ക് ഉറപ്പിച്ച് കിട്ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 km/h. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഈസ് 5 m/s എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ബി ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന, സോ ദ ടൈം ടേക്കൺ ടു, നമ്മളുടെ എ ബി ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിനിമം ആക്സിലറേഷൻ ഓഫ് ബി റിക്വയർഡ് ടു അവോയ്ഡ് ആൻ ആക്സിഡൻറ്റ്. സോ ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ട്രാവൽ ചെയ്യേണ്ടത് ആ ഒരു കൺസെപ്റ്റിൽ 1000 മീറ്റർ ആണ്. അപ്പോൾ നമ്മളുടെ കൈനമാറ്റിക് റിലേഷൻ എടുത്താൽ എസ് ഇസ് ഈക്വൽ ടു ut + ½ at². പക്ഷെ അവിടെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്, ഇവിടെ 2 ഓബ്ജക്ട്സുകളെ ഒരുമിച്ച് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ റിലേറ്റീവ് കൺസെപ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവ തമ്മിലുള്ള പരസ്പരമുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. അപ്പോൾ അവിടുത്തെ അവർ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 5 ആണ്. എടുത്ത സമയം 40 സെക്കൻഡാണ്. കാരണം ഈ സി എന്ന് പറയുന്നത് ഈ എയുമായിട്ട് മെർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണോ ആ സമയത്താണ് ഇവനും അവിടെ വരാൻ സാധ്യതയുള്ള സമയം.
അപ്പോൾ 40 seconds ആണ് ട്രാവൽ ചെയ്തത്. ഇൻറ്റു ഹാഫ് ഇൻറ്റു ദാറ്റ് ആക്സിലറേഷൻ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഇൻറ്റു 40 സ്ക്വയർ. സോ 1000 minus that is 200 is equal to half a into 1600. So that is 800 is equal to half a into 1600. So 800, 1600. So it becomes 2. So a equal to 1 meter per second square. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ കൃത്യതയോടെ വായിക്കുക. ഇപ്പോൾ നമ്മളുടെ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. സോ ആദ്യം നമ്മൾ പറഞ്ഞു എയും സിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അതുകൊണ്ട് അവിടുത്തെ ടൈമിൽ എടുത്തപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ രണ്ടും ആഡപ്പ് ചെയ്ത കാര്യം ഓർക്കുക. പക്ഷേ രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ എയും ബിയും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അവ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്ത് നമ്മളെടുത്തി 5 meter per second എടുത്തു. സോ അപ്പോൾ അവിടെയും ഈ രണ്ടും പേരും അപ്പോൾ നമ്മുടെ സി എ ബി എ അവ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 kilometer ആണ്. അപ്പോൾ 40 സെക്കൻഡ് കൊണ്ട് സി എവിടെ ട്രാവൽ ചെയ്യുമോ അതിനേക്കാൾ ഒരല്പം കുറവ് വന്നാൽ ഉറപ്പായിട്ടും നമുക്ക് ആക്സിഡൻറ്റ് ഒഴിവാക്കാം. അപ്പോൾ സ്വാഭാവികപരമായിട്ടും എടുത്ത സമയം 40 seconds എന്നുള്ള തരത്തിൽ നമ്മൾ ഡീൽ ചെയ്തു. സോ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് 1000 ആണ്. അവൻ എത്ര ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ പറ്റും. സോ നമ്മൾ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് എടുത്തു, റിലേറ്റീവ് വെലോസിറ്റി എടുത്തു. സോ ദ ആക്സിലറേഷൻ അവ തമ്മിൽ വിത്ത് റെസ്പെക്റ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സി കോൺസ്റ്റൻ്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. സോ മറ്റേയാൾ ആക്സിലറേഷനിൽ. സോ റിലേറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഓഫ് നമ്മളുടെ ബി മാത്രം കൺസിഡർ ചെയ്താൽ മതിയാവും. സോ വി ഗെറ്റ് ദ ആൻസർ as 1 meter per second square. 3.9 നമ്മുടെ IITക്ക് വരെ ചോദിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 towns A and B are connected by a regular bus service with a bus leaving in either direction in every t minutes. ഓരോ t minutes എന്ന് പറയുമ്പോൾ t by second hour, ഓരോ t by second 60 hourലും ഒരു ബസ് പുറപ്പെടുകയാണ്. A man cycling with a speed of 20 km per hour in the direction A to B notices that a bus goes past him in every 18 minutes in the direction of his motion. അപ്പോൾ സൈക്ലിസ്റ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക്, അതേ ഡയറക്ഷനിലേക്ക് ബസ്സിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് എവറി 80 minutesലും പാസ് ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് എവറി 6 minutes ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, തിരിച്ചു വരുന്ന ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബസ് വരുന്നത് 6 minutes ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദെൻ വാട്ട് ഈസ് ദ പീരീഡ് ടി ഓഫ് ദ ബസ് സർവീസ് ആൻഡ് വിത്ത് വാട്ട് സ്പീഡ് ദാറ്റ് ഈസ് assumed to be constant to the buses ply on the road. അപ്പം നമ്മുടെ അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് വരുന്ന ബസ്സുകളുടെ സ്പീഡ് എന്താണ്? സെയിം ആണ്. നമുക്ക് ടൈം പീരീഡും അവരുടെ സ്പീഡും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ചിന്തിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ ബസ് വിത്ത് റെസ്പെക്ട് ടു ദ സൈക്ലിസ്റ്റ്. And we have to take that moving in the same direction. First case. അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. സോ വി ബി മൈനസ് വി സി ആയിരിക്കും അവിടെ വരിക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ എന്ന് പറയുന്നത് ദ ബസ്സസ് ഗോ പാസ്റ്റ് ഹിം ഇൻ എവറി 18 minutes. Therefore, simple ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം the distance covered in 18 minutes by the bus equal to,
ഇപ്പോൾ റിലേറ്റീവ് ആയിട്ടുള്ള വെലോസിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് വി ബി മൈനസ് വി സി. അപ്പോൾ അത് എടുത്ത സമയം എന്ന് പറയുന്നത് 18 മിനിറ്റ്സ് ആണ്. അത് അവറിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നോർമലി അത് തന്നെ ആയിരിക്കണ്ടേ നമ്മുടെ ബസ് ട്രാവൽ ചെയ്ത, കാരണം ആ ബസ് എവറി ടി മിനിറ്റ്സിൽ ആണ് ഓരോ ബസ് വീതം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. യെസ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ ബസ് വി ബി ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് ഉറപ്പായിട്ട് നമുക്കറിയാം ഇറ്റ് ഈസ് ടി ബൈ 60. സോ വെലോസിറ്റി ഓഫ് ദ ബസ് ഇൻ ടു ടി ബൈ 60. ടി ബൈ 60 എന്ന് പറയുമ്പോൾ അത് അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അവറിലേക്ക് മാറ്റാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിലോമീറ്ററിൽ തന്നെ കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് വി ബി മൈനസ് വി സി ഇൻറ്റു 18/60 എന്ന് പറയുന്നത് വി ബി ഇൻറ്റു ടി ബൈ 60. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റിലേഷൻ. അപ്പോൾ അത് നമ്മുടെ സൈക്ലിസ്റ്റിൻ്റെ അതേ ഡയറക്ഷനിൽ വരുമ്പോഴുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഡീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത് നമ്മളൊന്ന് കൺസിഡർ ചെയ്തേ. അവിടെ എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുക? സി, അവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് വീണ്ടും ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ ബസ് വിത്ത് റെസ്പെക്ട് ടു ദ സൈക്ലിസ്റ്റ് ബട്ട് മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ ഇതിൽ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി വരുമ്പോൾ ആഡ് ചെയ്തല്ലേ പറ്റൂ, കാരണം ആംഗിൾ 180 ഡിഗ്രി ആയിട്ടും അറിയത്തില്ലേ. പക്ഷെ ഇവിടെ പറയുന്നത് ദ ബസ്സസ് ഗോ പാസ്റ്റ് ദ സൈക്ലിസ്റ്റ് ഇൻ എവറി 6 minutes. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ പരസ്പരം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഇൻ എവറി 6 minutes എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു, നമുക്കറിയാം റിലേറ്റീവ് വെലോസിറ്റി ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമയം എടുത്താൽ പോരെ. സോ 6 division by 60. പക്ഷെ അതെന്താണെന്ന് നമുക്കറിയാം. ദ വെലോസിറ്റി ഓഫ് ദ ബസ് ഇൻറ്റു ദാറ്റ് ടി സെക്കൻഡ്സ് ടി പെർ ടി മിനിറ്റ്സിലാണ് അത് ട്രാവൽ ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടി മിനിറ്റ്സിലും ഒരു ബസ് പുറത്തു വരുന്നു എന്നാണ്. അപ്പോൾ ആ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ബസ്സിൻ്റെ വെലോസിറ്റിയുടെ രൂപത്തിലെടുത്താൽ അങ്ങനെ. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് വി ബി പ്ലസ് വി സി ദാറ്റ് മച്ച് ഇൻ ടു 6/60 എന്ന് പറയുന്നത് വി ബി ഇൻ ടു ടി ബൈ 60 എന്നാണ്. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമ്മൾ മനോഹരമായിട്ട് നമ്മുടെ ഇക്വേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി പെട്ടെന്ന് സോൾവ് ചെയ്യാം. ഇത് രണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്തേ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ക്യാൻസലായിപ്പോയി. അപ്പോൾ ഇത് രണ്ട് ഇക്വേറ്റഡ് ആയി. പിന്നെ സോൾവ് ചെയ്തേ. അപ്പം രണ്ടും നമുക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ പ്രോസസ്സ് നമ്മൾ എടുക്കുമ്പോൾ വെലോസിറ്റി ഫോർ ദ ബസ് എന്ന് പറയുന്നത് 40 km per hour ആയിട്ട് നമുക്ക് കിട്ടും. അതേപടി ഫോർ ദ സൈക്ലിസ്റ്റ് വി ഗെറ്റ് ദ വാല്യൂ 20 km per hour. ഇത് രണ്ടും കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു റിലേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സേ ഈ റിലേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 40 ആണ്. 40 പ്ലസ് 6/7 ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 40 പ്ലസ് ദാറ്റ് ഈസ് 20 into 6/60 ഈക്വൽ ടു ദാറ്റ് 40 into ടി ബൈ 60. സോൾവ് ചെയ്താൽ 60 ക്യാൻസൽ ആയിട്ട് മാറും. ദെൻ 40 പ്ലസ് 20 60 ആവും. 60 into 6 ഈക്വൽ ടു 40. യെസ്, ദർ 0 ക്യാൻസൽ ആവും. സോ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ആസ് ടി ഈസ് ഈക്വൽ ടു 36/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 minutes എന്ന് നമുക്ക് ഉത്തരം കിട്ടും. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ വളരെ ശ്രദ്ധയോടെ പല പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകൂ എന്നുള്ള കാര്യം ഓർക്കുക. സോ വി ക്യാൻ മൂവ് വിത്ത് എ ഗുഡ് ക്വസ്റ്റ്യൻ ബട്ട് സിമ്പിൾ. കൺസെപ്റ്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ പ്ലെയർ ത്രോസ് എ ബോൾ അപ്വേർഡ്സ് with an initial speed of 29.4 meter per second. അപ്പോൾ നമുക്കൊരു ബോളിനെ മേപ്പോട്ട് എറിയാം.
Yes, with a velocity 29.4 meter per second. What is the direction of acceleration during the upward motion of the ball? അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് ആക്സിലറേഷൻ എങ്ങോട്ടാണ് എന്ന് നമുക്കറിയാം. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഗ്രാവിറ്റിയാണ്. സോ ദ ഗ്രാവിറ്റി ഈസ് ആക്ടിങ്, യെസ്, downward direction. So we can say that is vertically downward direction. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ ബോൾ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇറ്റ്സ് മോഷൻ? അപ്പം നമുക്കറിയാം ഇതിനെ നമ്മൾ മേപ്പോട്ട് പ്രൊജക്റ്റ് ചെയ്തു വിത്ത് എ വെലോസിറ്റി ഓഫ് 29 മീറ്റർ പെർ സെക്കൻഡ്. ഗ്രാവിറ്റി കാരണം അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് ഹയസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ എന്താകും? സീറോ വെലോസിറ്റി. സോ വെലോസിറ്റി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സീറോ ആണ്. ബട്ട് അബൌട്ട് ദ ആക്സിലറേഷൻ, സോ ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ ദ ഗ്രാവിറ്റി, അല്ലെങ്കിൽ എർത്ത് കൊടുക്കുന്നതാണ്. ആ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? മൈനസ് ജി തന്നെ ആയിരിക്കും. സോ നോ ഡൗട്ട് അറ്റ് ആൾ. സോ വി ക്യാൻ മൂവ് വിത്ത് ദ C question of the 10th one. Choose the x is equal to 0 meter and t equal to 0 seconds to be the location and time of ball at its highest point. അപ്പോൾ ഇത് നമ്മുടെ എർത്ത് സർഫസുമായിട്ട് വരുമ്പോൾ ഇത് ഹയസ്റ്റ് പോയിന്റ് ആണെന്നിരിക്കട്ടെ. അവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 ആക്കി എടുക്കണം. ടൈം എന്ന് പറയുന്നത് 0 ആകണം. ദ ലൊക്കേഷൻ ആൻഡ് ടൈം ബോൾ അറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിന്റ്. ദെൻ vertically downward direction to be the positive direction of x-axis. So we have to sense this is plus x and give the sign of position and velocity, position, velocity, acceleration of the ball during its upward and downward. അപ്പോൾ നമ്മുടെ ബോൾ എന്ന് പറയുന്നത് മുന്നോട്ട് വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് പോകുമ്പോഴും താപ്പോട്ട് വരുമ്പോഴും ഈ മൂന്ന് പേരുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ അവയുടെ ഡയറക്ഷൻ നമ്മൾ നൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ആക്സിസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവിടെ നിന്ന് പോസിറ്റീവ് ഡയറക്ഷനിലല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. അപ്പോൾ നമുക്ക് എന്തായിട്ട് പറയാം? യെസ്, പോസിറ്റീവായിട്ട് പറയാം. താപ്പോട്ടുള്ള മോഷൻ പോസിറ്റീവായിട്ടല്ലേ വരേണ്ടേ? അപ്പോൾ മൂവ്മെൻറ്റും എപ്പോട്ടല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവായി. താപ്പോട്ടല്ലേ നമ്മുടെ ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ആക്സിലറേഷനും എന്തായിട്ട് എടുക്കാം? പോസിറ്റീവ്. പക്ഷെ ബോഡി താപ്പോട്ട് വരുമ്പോഴോ അവിടെയും നമ്മുടെ ഇപ്പോൾ ഇതാണ് ഒറിജിനെങ്കിൽ ആ ഒറിജിനിൽ നിന്ന് പോസിറ്റീവ് ഡയറക്ഷനിലല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ്. അതേ ഡയറക്ഷനിലല്ലേ വെലോസിറ്റി? പോസിറ്റീവ്. ആക്സിലറേഷനും താഴോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. അവിടെ നമുക്കത് പോസിറ്റീവായിട്ട് എടുക്കാം. സോ കോർഡിനേറ്റ് റഫറൻസ് പോയിന്റ് എടുക്കുന്നതിനനുസരിച്ച് ഈ വ്യത്യാസം വരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. വി ആർ വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 8D. The D choice, it is a very important concept. See, to what height does the ball rise and after how long does the ball return to the player's hand? അപ്പോൾ നമുക്ക് ഹൈറ്റ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സിമ്പിളായിട്ട് v² ഈക്വൽ ടു u² പ്ലസ് 2as എടുത്താൽ ഹയസ്റ്റ് പോയിന്റിൽ ഫൈനൽ വെലോസിറ്റി 0 അല്ലേ? യെസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ് അല്ലേ? സോ 2as, എസ് ഇസ് ഈക്വൽ ടു നമുക്ക് സിമ്പിളായിട്ട് v² മൈനസ് u² ബൈ 2 ഇൻറ്റു a എന്ന് എടുത്തൂടെ? ഫൈനൽ വെലോസിറ്റി 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ. ഇറ്റ് ഈസ് ഗിവൻ ആസ് 29.4 അല്ലേ? that much square division by s 2 into acceleration minus g അല്ലേ? so that is equal to 9.8. solve ചെയ്താൽ we get that s is equal to that height location, that is equal to 44.1 meter. ഇനി നമുക്ക് സമയം കൂടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവൻ ബോൾ ഇവിടെ നിന്ന് തുടങ്ങി ഹയസ്റ്റ് പോയിന്റിലെത്തി, എന്നിട്ട് തിരിച്ച് ഇവിടെ എത്തുന്ന സമയം. അപ്പോൾ ഇതുവരെ എത്തുന്ന സമയത്തിൻ്റെ ഡബിൾ ആയിരിക്കില്ലേ? അപ്പോൾ 2 ഇൻറ്റു സ്മോൾ ടി ആയിട്ട് എടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ v is equal to u plus at എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചാൽ t നമുക്ക് കിട്ടത്തില്ലേ? സോ t എന്ന് പറയുന്നത് v മൈനസ് യു ബൈ എ അല്ലേ? അവൻ്റെ ഫൈനലായിട്ടുള്ള വെലോസിറ്റി 0 അല്ലേ? ഇനിഷ്യൽ വെലോസിറ്റി 29.4 അല്ലേ? ആക്സിലറേഷൻ മൈനസ് 9.8 അല്ലേ? സോ നമുക്ക് സോൾവ് ചെയ്താൽ യു ഗെറ്റ് ദ ആൻസർ ആസ് 6 seconds. സോ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. സോ നമുക്ക് 1 ഡയമെൻഷണൽ മോഷനിലെ പല ക്വസ്റ്റ്യനുകളും നമ്മുടെ സാധാരണ നിലവാരത്തിൽ നിന്ന് ഉയർന്ന ക്വസ്റ്റ്യനുകളാണ്.
നമ്മളതിനെ കെയർഫുള്ളായിട്ട് പല പ്രാവശ്യം വായിച്ചാൽ മാത്രമേ അത് കൃത്യതയോടെ സെൻസ് ചെയ്യൂ. പക്ഷെ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉയരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.